ഒ എസ് ടി സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കുതിരപ്പുറത്ത് വരുന്ന കുറേ സിമൻറ്റ് ബാഗ്സാണ്. ഇവിടെ എല്ലാം കുതിരേനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കാളേനെയും അല്ലെങ്കിൽ പോത്തിനെയൊന്നുമല്ല. ശരിക്കും കുതിരയാണ് നല്ലത്. കുതിരശക്തി എന്നാണല്ലോ നമ്മൾ പറയുക. ഒരു സ്കൂട്ടറിൻ്റെ പവർ 100 1 HP എന്ന് വെച്ചാൽ ഒരു കുതിര എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുതിരശക്തിയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടതും അതാണ് എഫക്റ്റീവും. അപ്പോൾ ഇവിടെ എല്ലാം ഇതിന് നമ്മൾ ഹെഡ് ലോഡ് എന്ന് വേണമെങ്കിൽ പറയും. കുതിരപ്പുറത്ത് വന്നതിന് ഹെഡ് ലോഡ് എന്ന് തന്നെ പറഞ്ഞു. ഇതിൻ്റെ കാശ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഗോഡൗൺ തൊട്ടടുത്തുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സിമൻറ്റ് ബാഗ്സ് കൊണ്ടുവന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഇത് 350 ബാഗ്സ് ഇന്ന് നിറയ്ക്കും. കാരണം നാളെയാണ് കോൺക്രീറ്റിങ്. അപ്പോൾ ഇന്ന് ഒരു 350 ബാഗ്സ് നിറയ്ക്കും. മൊത്തം 500 ബാഗുകൾ ഗോഡൗണിലുണ്ട്. ഇനി നമുക്ക് നാളെയാണല്ലോ കോൺക്രീറ്റിങ്. അപ്പോൾ സ്റ്റീൽ ചെക്കിംഗ് ഒക്കെ ഇന്ന് ചെയ്യണം. ഈ കാണുന്നത് ചെയറാണ്. ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങിക്കുന്നത് കാണുന്ന ചെയറാണ്. ബാക്കി മുകളിലത്തെ കമ്പിയുണ്ട്, അടിയിലത്തെ കമ്പിയുണ്ട്. ശരിക്കും മുകളിലത്തെ കമ്പി 124 വേണ്ടത്. ഇപ്പോൾ 132 ഇട്ടിട്ടുണ്ട്. കാരണം ഗ്യാപ്പ് വളരെ കൂടുതലായിരുന്നു. ഡിസൈനർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്യാപ്പാണ് ഈ അറ്റത്തേക്ക് വരുമ്പോൾ. തുടക്കത്തിൽ വലിയ ഗ്യാപ്പില്ല, പക്ഷേ അറ്റത്തേക്ക് വരുമ്പോഴേക്കും വലുതാവുന്ന കാരണം ആ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി ഒരു 9 കൂടുതൽ ഇട്ടിട്ടുണ്ട്. അടിയിലത്തെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അടിയിലത്തെ നമ്പർ ഓഫ് ബാർസ് കറക്റ്റാണ്. ഡ്രോയിങ്ങിലുള്ള പോലെ തന്നെയാണ്. സർക്കംഷ്യൽ റിങ് കാണാം, നമുക്ക് റേഡിയൽ റിങ് കാണാം. പിന്നെ കവർ ബ്ലോക്ക് അടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അത് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്ലാസ്റ്റിക്കുകൾ കിടപ്പുണ്ടാക്കി ക്ലീൻ ആക്കണം. കോൺക്രീറ്റ് മുമ്പ് അതെല്ലാം ചെയ്തേ പറ്റൂ. പിന്നെ ജെയ് വന്നിട്ട് ഇത് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. നമ്പർ ഓഫ് ബാർസ് നോക്കും, എല്ലാം നോക്കും, സ്പേസിങ് നോക്കും. പിന്നെ അർക്ക് കാണുന്നതാണ് ബീമിൽ നിന്നാണ് കോളം കയറി പോണത്. പിന്നെ അതിൻ്റെ സെൻറ്റർ പാർട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മെഷ് വെച്ചേക്കുന്നത്. മുകളിലും താഴെയായിട്ട് മെഷ് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ചൂട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലൂമിനിയം ഷീറ്റ്സ് വെച്ചിട്ട് മുള വെച്ചിട്ട് ചൂട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോൺക്രീറ്റിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ ഇവിടെ ചൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറകെ കാണുന്നത് ചൂട്ടാണ് ശരി. ഇന്ന് ഇപ്പോൾ ഇവിടെ ജെയ് വന്നിട്ടുണ്ട് ഇൻസ്പെക്ഷന്. ഇങ്ങനെ 2 ചൂട്ടുണ്ടാക്കും. നാളെ രണ്ട് മിക്സർ മെഷീൻ ഉണ്ടാവും. ഓക്കെ, മിക്സർ മെഷീൻ ഓണായി കഴിഞ്ഞു. മിക്സർ മെഷീനിൽ നിന്ന് ചൂട്ട് വഴിക്ക് കോൺക്രീറ്റ് അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മിക്സർ മെഷീൻ. ശരിക്കും ഇന്ന് ഡേ 2 ആണെന്ന് പറഞ്ഞല്ലോ. ഡേ 1 ആണ്. അപ്പോൾ സെൻട്രൽ പാർട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 2 ദിവസം കൊണ്ടാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 40 MQ തീർക്കണം. അപ്പോൾ സെൻട്രൽ പാർട്ടിൽ ആദ്യം വീഴിച്ചിട്ട് അവിടെ നിന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് ബാക്കി സൈഡിലേക്ക് വീഴിക്കുക. അങ്ങനെയാണ് എൻ്റെ രീതി. സെൻട്രൽ പാർട്ട് ആദ്യം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തിരി വെള്ളം ശരിക്കും കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. അത് മനഃപൂർവ്വം തന്നെ കൂട്ടിയൊക്കെയാണ്. കാരണം അടിയിൽ വളരെ ചെറിയ കമ്പി കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കണേ. ശരിക്കും എഞ്ചിനീയറിംഗ് പക്ഷത്തിൽ കറക്റ്റ് വെള്ളം ചേർക്കാവോ. കാരണം ഇത് വോളിയം ബാച്ച് അല്ല, വെയിറ്റ് ബാച്ചാണ്. അതായത് ഡിസൈൻ മിക്സ് ആകുമ്പോൾ ബൈ വെയിറ്റാണ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. കോൺട്രാക്ട് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല നോക്കിയിട്ടില്ല. കാരണം ഇവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും ഇത് വെള്ളം പോലെ കൊണ്ടു നോക്കി. ശരിക്കും ഇവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് M20 ആയിരുന്നു. പിന്നെ അടുത്തിടയ്ക്കാണ് ഇത് M30 മാറ്റിയത്. ഇപ്പോൾ കണ്ടാൽ ശരിക്കും പാല് പോലെ തന്നെയാണ് പോണത്. ഇത് ഏറ്റവും അടിയിൽ മാത്രമാണ്. പിന്നെ ഓഫീസുകാരന് പെട്ടെന്ന് സെറ്റായിക്കോളും. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവരെല്ലാം ബീഹാരികളാണ്. ഇവരടുത്ത് തന്നെ ഇവിടെ താമസം ആയ ആൾക്കാരാണ്, വന്നിട്ട് പോകുന്ന ആൾക്കാരല്ല. ഇവരോട് സെറ്റിലായിട്ടുണ്ട്. നല്ല പണിയെന്ന് വെച്ചാൽ ഇവർ ഫുൾ ടൈം പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർത്താണ്ട് പണിയെടുത്തു. ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 1:1.5 to 3.7 എന്നുള്ളതാണ് റേഷ്യോ. ശരിക്കും പറഞ്ഞാൽ M30 റേഷ്യോ ഇവിടുത്തെ ഡിസൈൻസ് ഇട്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 1:57 എന്ന ലെവലിലിട്ടിരിക്കുന്നത്. ആ ചെറിയൊരു നമ്മുടെ ഇതുണ്ടല്ലോ, ആ ചെറിയൊരു ഇത് കണ്ടല്ലോ, നമ്മുടെ സ്റ്റീലിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് 1:57 എന്ന രീതിയിലുണ്ട്. 1 സിമെൻറ്റ് 5 സാൻഡ് 7 കോയസ് അഗ്രിഗേറ്റ്. അപ്പോൾ 7ൽ 4 വലിയ കോയസും 3 ചെറുതും സ്മോളും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ റേസ് ചെയ്തേക്കണേ. അങ്ങനെ ആകുമ്പോൾ ആ M30 ഡിസൈൻസ് ആവും. പിന്നെ ഇതിൽ വെള്ളം ഇപ്പോൾ ഇത്തിരി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ ആഡ് ചെയ്യുന്ന തന്നെ കാരണം സെൻട്രൽ പാർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ പാർട്ടിൽ വളരെ ചെറിയ രീതിയിലാണ് ഗ്യാപ്പ് വന്ന് വെക്കുന്നത്. ആ ഗ്യാപ്പ് ഫില്ലിയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം, അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. സോ അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി മിക്കവാറും 7 മണി വരെ ഉണ്ടാവും. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ടോട്ടൽ ആക്ച്വലി 70 m³ ആണ് ഇതിൻ്റെ വരുന്നത് കോൺക്രീറ്റ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 40 തയ്ക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 8:30 തുടങ്ങിയതാണ്, ഒരു വൈകുന്നേരം 7 മണി വരെയൊക്കെ ഉണ്ടാവും. ഈ പോക്ക് പോവുകയാണെങ്കിൽ കുറച്ച് കൂടെ താമസം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഇത്ര നല്ല സ്പീഡ് ചെയ്തിട്ട് പോലും ലേറ്റാണ്. ഞങ്ങൾ 3 മിക്സർ മെഷീനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ 2 മുന്നേ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ. കാരണം മൂന്നാമത്തെ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് 2 വെച്ചിട്ട് മാക്സിമം തീർത്തിട്ട് ബാക്കി ഒരു 40 പേര് വീടാണെങ്കിൽ തീരട്ടെ, ബാക്കി നാളെ തീർക്കാനുള്ള ലെവലിലാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നടുക്കാണ് ഇവർ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. നടുക്കപ്പോൾ കാണാം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും നടുവ് എന്തായാലും ഫില്ല് ചെയ്തിട്ട് സൈഡിലേക്ക് വരും. ഓട്ടോമാറ്റിക്കായി തന്നെ വരും. വൈബ്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും സ്പ്രെഡാവും. അപ്പോൾ കോയ സെഗ്രിഗേറ്റ് 7 എന്നുള്ളത് ഇപ്പോൾ 10 ആണ് ശരിക്കും. ആദ്യം നോക്കിയപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണ് 10 എന്ന ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. 6 to 4 6 40 മറ്റേ 4 20 അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈഡിൽ ഷട്ടറിങ്ങിൻ്റെ ഉള്ളിലൊന്നും ഷട്ടറിങ് ഓയിലൊന്നും വെച്ചിട്ടില്ല. അത് ഈ സൈഡിലേക്ക് ഒരുമിച്ച് ഷട്ടറിങ് ഓയിൽ വയ്ക്കും. എന്നിട്ട് അവിടെ എല്ലാം ഫില്ലാവും. അപ്പോൾ ഇന്നെന്തായാലും അടിയിലത്തെ ബേസ് ചെയ്തു. പിന്നെ സ്റ്റോപ്പിംഗ് ബേസ് മിക്കവാറും നാളെ ആയിരിക്കും ചെയ്യാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടുഭാഗം അങ്ങ് നിറഞ്ഞിട്ട് അവിടെ നിന്ന് എത്തി അപ്പുറത്തേക്ക് പോകണം. അതായത് ബീമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ശരിക്കും ടാമ്പിങ് നടക്കണം. അത് വൈബ്രേറ്റർ മെഷീൻ ശരിക്കും നന്നായി ചെയ്താലേ ഇത് അപ്പുറത്തേക്ക് പോകും. നടുക്ക് നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ട് വൈബ്രേറ്റർ മെഷീൻ ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് മെത്തി പുറത്തേക്ക് പോകും. ആ സൈഡിലേക്ക് സ്ലാൻഡ് ചെയ്ത് പോയി അങ്ങ് അറ്റം വരെ പോകണം. അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ടാമ്പിങ് അല്ലെങ്കിൽ വൈബ്രേറ്റർ മെഷീൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നടത്തിയേ പറ്റൂ. അപ്പോൾ കോൺക്രീറ്റ് പോർ ചെയ്യുക, വൈബ്രേറ്റർ മെഷീൻ ഓണാക്കുക, അത് തന്നെ രീതി. ഇതിലൊരു പോർ കാർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പോർ കാർഡ് നമ്മൾ സ്റ്റീൽ കറക്റ്റാണോ, സിമെൻറ്റ് മിക്സ് കറക്റ്റാണോ, സ്പേസിങ് കറക്റ്റാണോ എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിൻ്റെ സിമെൻറ്റ് ഗ്രേഡ്, കോൺക്രീറ്റ് ഗ്രേഡ് എല്ലാം ഉണ്ടാവും. റെഫറൻസ് ഡ്രോയിങ് എല്ലാം പോർ കാർഡിലുണ്ടാവും. പോർ കാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ പോർ കാർഡ് ചെയ്തു, സെക്കൻഡ് ഡേയും പോർ കാർഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേയിൽ എത്ര കോൺക്രീറ്റ് യൂസ് ചെയ്തു, എത്ര m³ കോൺക്രീറ്റ് യൂസ് ചെയ്തു എന്നൊക്കെ അതിൽ വരും. സെക്കൻഡ് ഡേയിൽ അത് തന്നെ വരും. സോ ഇവരൊക്കെ ഈ കുറച്ച് പേര് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ബംഗാളികളാണ്. ബാക്കി ഹെഡ് ലോഡൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ബീഹാറികളാണ്. അതായത് മിക്സർ മെഷീനിലേക്ക് നിറയ്ക്കുന്ന ആൾക്കാരൊക്കെ ബീഹാറികളും ഈ ചെയ്യുന്നതൊക്കെ ബംഗാളികളും. കാരണം വേറെ ആരും നമ്മുടെ ഇന്ത്യയിൽ പണിയെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ, പ്രത്യേകിച്ച് ലേബർ പണികളൊക്കെ. ബംഗാളിൽ നിന്നാണ് അധികം പേരും വരുന്നത്. സോ 2 ചൂട്ട് വെച്ചിട്ട് 2 മിക്സർ മെഷീൻ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്നൊരു 40 m³ തീർക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. സോ ഇത് ഞങ്ങൾ ക്യൂബ് ടെസ്റ്റിന് എടുത്തേക്കുന്ന മോൾഡ്സാണ്. ഇതിൽ നമ്മൾ 3 പ്രാവശ്യം നിറയ്ക്കും. 3 പ്രാവശ്യം നിറച്ചിട്ട് 3 പ്രാവശ്യം വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം നിറച്ചിട്ട് 30 തവണ ടാമ്പ് ചെയ്യണം. പിന്നെ അടുത്ത സെക്കൻഡ് പകുതി വരെ നിറച്ചിട്ട് പിന്നെയും 30 തവണ ടാമ്പ് ചെയ്യണം. 3ാമത്തെ പ്രാവശ്യം നിറച്ചിട്ട് അത് ലാസ്റ്റ് ടാമ്പിങ്. അത് അറിയാമല്ലോ. ഇത് ഒരു ദിവസം കൊണ്ട് മോൾഡും പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം. 7 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെസ്റ്റ് നടത്തും. പിന്നെ 28 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ്. അങ്ങനെ കമ്പൾസറി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും 6 മോൾഡുണ്ട് ഞങ്ങൾക്ക്. ഇന്നിപ്പോൾ 3 മോൾഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ആക്ച്വലി ഇപ്പോൾ ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്ന അതേ കോൺക്രീറ്റ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ പല സൈറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യും. കാരണം ഇതിലേക്ക് ഇറക്കിയാൽ മാത്രം വേറെ സെപ്പറേറ്റ് മിസ്റ്ററൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പ്രസർ ടെസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. ചില സ്ഥലങ്ങളിൽ കമ്പ്രസർ ടെസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ടെസ്റ്റ് നമ്മൾ ഫോം വിളിച്ച് പറയുമ്പോൾ തന്നെ ടെസ്റ്റ് റിപ്പോർട്ടിങ് തരും. അങ്ങനെയുള്ള ലാഭങ്ങളും പലയിടത്തുണ്ട്. കാശ് കൊടുക്കാമെന്ന് മാത്രമാണ്. ഇതൊക്കെ ഈ ഒരു ഫീൽഡിലുള്ള സംഭവമാണ്. പക്ഷേ അതൊന്നും ശരിയായ രീതിയല്ല. ശരിയായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ടെസ്റ്റിനുള്ള കോൺക്രീറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വേണം കാണിക്കാൻ. ഇവിടെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാണ്ട് ചെയ്യുന്നവരുണ്ട്. സൗദിയിലൊക്കെ ഞങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ടാണ് പോണത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രക്ചറിൽ വരും. ഇതിൽ ഫെയിലിയർ വന്നില്ലെങ്കിൽ സ്ട്രക്ചറിൽ ഫെയിലിയർ വരും. അപ്പോഴും തിരിച്ചറിയാൻ പറ്റും ഈ കാണിച്ചൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണമായിരുന്നു നല്ലത്. നമ്മൾ ആ പ്രൊസീജിയർ വൈസിൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളെല്ലാം പ്രൊസീജിയർ വൈസ് തന്നെ പോകണം. കാരണം അതിൽ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയായാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുക എന്നുള്ളതാണ് ഞാനും പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇത് അങ്ങനെ തന്നെ ചെയ്യണത്, നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു മെത്തേഡുകൾ പറഞ്ഞത് മാത്രം. ഇങ്ങനെ 3 ക്യൂബ് ഞങ്ങൾ നിറച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇപ്പോൾ സൈഡിലേക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കാരണം അടിയിൽ നിന്ന് വെള്ളം കയറി വന്നിട്ടുണ്ട്, ഉറവയുണ്ട് ചുറ്റും. അപ്പോൾ അത് ഇപ്പോൾ ലൈറ്റ് പോയി കിടക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി പോകും. അപ്പോൾ ഇലക്ട്രിസിറ്റി വരുമ്പോൾ നമ്മൾ ആ മോട്ടർ ഓണാക്കിയിട്ട് നിറയ്ക്കും. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം അടിയിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് കോൺക്രീറ്റൊക്കെ. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിറയും, നന്നായിട്ട് തന്നെ നിറയും. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം ആദ്യം ഇത്തിരി വെള്ളം തരുന്നുണ്ട്. കാരണം ഇനി വെള്ളം ഇല്ലെങ്കിൽ അടിയിലേക്ക് ഇറങ്ങില്ല. നമ്മളിപ്പോൾ വൈബ്രേറ്റർ ചെയ്താൽ തന്നെ
വെള്ളം ഇല്ലെങ്കിൽ ശരിക്കും അങ്ങ് ഒഴുകി പോവില്ല. എന്നോർത്തുകൊണ്ട് ആ വെള്ളം അധികം കൂടാനും പാടില്ല. ശരിക്കും മിസ് ഡിസൈനിൽ പറഞ്ഞ വെള്ളം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാൻ. കൂടുതൽ വെള്ളമൊക്കെ ഉപയോഗിച്ചാൽ അതൊക്കെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കംപ്രസർ സ്ട്രെങ്ത്തിനെ ബാധിക്കും. കോൺക്രീറ്റിൽ വെള്ളം കൂടി പോയാലും വർക്കബിലിറ്റി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ, സ്ലംപ് ഫെയിലിയർ ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ സ്ലം ടെസ്റ്റ് നടത്തിയിട്ടില്ല. ശരിക്കും സ്ലം ടെസ്റ്റും കംപ്രസർ സ്ട്രെങ്ത്തും നടത്തുന്നതാണ്. സ്ലം ടെസ്റ്റ് നടത്തിയാലേ വർക്കബിലിറ്റി എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇടുമ്പോൾ സ്ലം ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇത്തിരി ആഡ് ചെയ്യണം. കാരണം ഇത്തിരി സ്പീഡിലും ചെയ്യണം, അടിയിലേക്കും കയറി പോകണമല്ലോ. വെള്ളം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രൈം ഫാക്ടർ തന്നെയാണ്. കറക്റ്റായിട്ട് തന്നെ ചെയ്യണം അതൊക്കെ. കാരണം ഇതിന് ഫുൾ ലോഡ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല. സോ ഇത് ഓൾമോസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. വലിയ മാറ്റമൊന്നും വരുത്താണ്ട് തന്നെ. ഇൻസ്പെക്ഷൻ അപ്പോൾ JE AWE ഒക്കെ വന്നിട്ടുണ്ട്. അവർ ഫുൾ ഡേ ഇവിടെ തന്നെയാണ്. ഇന്നും നാളെയൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ ഇവിടെ ഗവൺമെൻറ് ആൾക്കാരൊക്കെ വന്ന് ഫുള്ളും ഇൻസ്പെക്ഷൻ ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും ഓൾമോസ്റ്റ് പ്രൈവറ്റിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പോരാൻ വേണ്ടി അവർ പറയും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് മാറ്റിക്കുന്നുണ്ട്. കാരണം ഫൈനലി ഇത് അവരുടെ തല തന്നെ ഇരിക്കും. ഉത്തരവാദിത്തമൊക്കെ അവരാണ്. കോൺട്രാക്ടർ പണി കഴിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ അവസാനം ഒപ്പിടേണ്ടതും ഗവൺമെൻറ് സൈഡിൽ നിൽക്കേണ്ടതൊക്കെ JEയും AWEയും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയിട്ടാണ്. സോ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാവരും ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. ഫുൾ ഡേ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം നടുവിലേക്ക് എല്ലാം വരുന്നു, ചൂട്ട് നിറച്ച് വരുന്നു, അവിടെ നിന്ന് സൈഡിലേക്ക് തിരിച്ചു വിടുന്നു. ഇനി അപ്പർ സൈഡിൽ കുറേ കയറാനുണ്ട്. അപ്പർ സൈഡിൽ ഇതേപോലെ ചൂട്ട് അവിടം വരെ ഇട്ടിട്ടായിരിക്കും നമ്മളവിടെ നിറയ്ക്കുക, റൈറ്റ് സൈഡിൽ. ഇപ്പോൾ ഈ രണ്ട് ഇടതുവശത്ത് മാത്രമേ ശരിക്കും ചൂട്ടുള്ളൂ. ഇന്ന് കോൺക്രീറ്റ് സെക്കൻഡ് ഡേ ആണ്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടെ തീരണം. ഇന്നലെ ഒരു 42 MQ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ ഇത് 70 തീരേണ്ടതാണ്. 70 ആണ് ഇതിൻ്റെ ടോട്ടൽ MQ. അപ്പോൾ ഇന്നിപ്പോൾ സെൻട്രൽ പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെൻട്രൽ പാർട്ട് ഫുള്ളാക്കിയിട്ട് സൈഡിലേക്ക് സ്റ്റോപ്പ് ചെയ്യും. അതാണ് സിസ്റ്റം. ഇവിടെ 1:3:6 റേഷ്യോയും നോക്കുന്നുണ്ട്, 1:5:7 നോക്കുന്നുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള ഒരു കോൺക്രീറ്റ് കിട്ടുള്ളൂ. സോ ഇന്നത്തോടെ ഇന്നൊരു 4 മണിക്ക് തീർക്കാനാണ് ശ്രമം. ബാക്കി നമുക്ക് കാണാം. ഇന്നലെ ഒരു 42 MQ വരെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം റൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ബാക്കി നമുക്ക് 70 ആക്കണം. അപ്പോൾ അതിനുള്ള സിമെൻറ്റും സാൻഡും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ സിമെൻറ്റ് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് സിമെൻറ്റ് കുറച്ച് വരുത്തുണ്ട്. ഇന്നും കുതിരവണ്ടിയിൽ കുറച്ച് വരും. നമുക്ക് അതായപ്പോൾ കാണുന്നത് കുതിര ദേ വരുന്നു. കുതിരവണ്ടിയിൽ കുറച്ച് ബാഗുകൾ വരുന്നുണ്ട്. ഒരു 50 ബാഗ് കൂടുതൽ വേണ്ടി വന്നു. നമ്മളിപ്പോൾ 50 ബാഗ്, ഇതിൽ 350 ആയിരുന്നില്ല. ബാക്കിയുള്ള ഞങ്ങളെ കയറ്റി 400, 450 അല്ല 500 തന്നെ ആക്കും. 500ൻ്റെ അടുത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുതിരവണ്ടി വരുവാണി കാണുന്നത്. ഈ സിസ്റ്റം നല്ല സിസ്റ്റമായിട്ട് എനിക്ക് തോന്നണേ. നമ്മുടെ നാട്ടിലെ പോലെ ചോന്നുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരിക്കും ഇത് ഓട്ടോറിക്ഷ ആയിരിക്കും വരിക, അത് വേറെ കാര്യം. അപ്പോൾ ഇനി നടുക്ക് ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലത്തെ ലെയറാണ്, സ്ലാൻഡിങ് ലെയറാണ്. വെള്ളം അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും സെറ്റാവില്ല. അപ്പോൾ വെള്ളം റേഷ്യോ വളരെ കുറച്ചാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. എന്നിട്ടും വെള്ളം അത്യാവശ്യം ഉണ്ട്. കാരണം ഒന്നുകൊണ്ട് സ്പ്രെഡ് ഔട്ട് ആകാൻ വേണ്ടിയാണ്. ഇത് മോട്ടറാണ് ഈ സൈഡിൽ കാണുന്നത്. പുറത്തെ വെള്ളം എടുക്കാൻ വേണ്ടി. ഇപ്പോൾ പുറത്ത് വെള്ളമൊന്നുമില്ല. ഇപ്പോൾ കറണ്ടുള്ള കാരണം പുറത്ത് വെള്ളമൊക്കെ കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം നടുവശം ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞു. ഇനി സൈഡിലുള്ള ബീം, അതായത് കോളത്തിൻ്റെ അടിയിലുള്ള ബീം, റാഫ്റ്റ് ബീം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ഒറ്റ മിക്സർ മെഷീനെ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളവരിലൊക്കെ സിമെൻറ്റ് ബാഗ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇതിപ്പോൾ അങ്ങ് അവിടെ നിന്ന് നടക്കുന്ന സ്പ്രെഡ് ഔട്ട് വന്നേക്കണേ കാണുന്നില്ല. ഇനി ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം, ഫിനിഷിംഗ് ലെവലിലേക്ക് എടുക്കണം. ഇതിൻ്റെ കവർ ഒരു 25 mm എങ്കിലും വേണം കമ്പിയിൽ നിന്ന്. ആ ലെവലിലേക്ക് ആക്കിയെടുക്കുന്നത്. ഈ സ്ലാൻഡിങ് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. സോ വെള്ളം വളരെ ശ്രദ്ധിക്കണം ഈ സ്ലാൻഡിങ് വരുന്ന സമയത്ത്. കാരണം ഈ നമുക്കറിയാമല്ലോ, ഈ സിമെൻറ്റിലാണെല്ലാം കംപ്രസീവ് ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്യണത്. സ്റ്റീലിലാണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത്താണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സിമെൻറ്റ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ വന്നില്ലെങ്കിൽ ഫുൾ ലോഡ് അങ്ങോട്ടേക്കായിരിക്കും വരിക. അത് വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. കള്ളത്തരം സിമെൻറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഉള്ളിൽ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവസാനം ചെയ്യുന്നതിന് തന്നെ പണി കിട്ടും. ഇതുപോലൊരു സാധനമാണ് അവിടെ വരാൻ പോണത്. ഇതിനേക്കാളും കുറച്ച് വലുതായിരിക്കും. ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ OHT ടാങ്ക്. ആക്ച്വലി ഇത് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് OHTയുടെ. പക്ഷേ ഇതൊരു വലിയ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
എന്താണ് പണിയെന്ന് ശരിക്കും മനസ്സിലായി. ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കുള്ള നമുക്ക് കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷേ ഫൗണ്ടേഷനാണ് വേണ്ടത്. ഇതിപ്പോൾ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഇട്ടിട്ട് കോളം മുകളിലേക്ക് കയറിപ്പോവും, ഒരു 12 മീറ്റർ സംതിങ് കയറിപ്പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുകളിൽ കോണിക്കൽ ഷേപ്പ് വെച്ചിട്ട് കയറി ഒരു ടാങ്ക് പണിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഫൗണ്ടേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം. അത് കാണാനുള്ളൊരു ഭാഗം കിട്ടുന്നതിന് ഞാൻ പറയുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തി. ഇന്നിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാറായി, 4 മണി ആവാറായപ്പോഴേക്ക് ഏതാണ്ട് ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തി. ഇതൊരു 7 മണി വരെ ചെയ്യും. 7 മണി കഴിഞ്ഞ് ആകുമ്പോഴേക്കും ഇത് ഫിനിഷ് ആവുള്ളൂ, ശരിക്കും ഫിനിഷ് ആക്കണം. അതിപ്പോൾ ഒരു സിമെൻറ്റൊക്കെ ഇട്ട് പയ്യെ ശരിയാക്കും. ഇൻസ്പെക്ഷൻ വന്നവരൊക്കെ തിരിച്ചു പോയി, കാരണം വൈകുന്നേരമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഇത് ഫിനിഷ് മാത്രമേ ആക്കാനുള്ളൂ, അവർക്ക് ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുവരെയുള്ള സിമെൻറ്റ് കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവർ വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ സിമെൻറ്റ് ഇട്ട് ചാന്തിട്ട്, നമ്മുടെ നാട്ടിൽ ചാന്തിട്ട് തേക്കുക എന്ന് പറഞ്ഞവരുള്ള പരിപാടിയാണ് ചെയ്യണം. ഇപ്പോൾ നാളെ രാവിലെ ഞാൻ ഇതിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കുള്ള ഫിനിഷിങ്ങിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഫുൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യൂറിംഗ് ആണ്. ക്യൂറിങ്ങിനുള്ള പോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളീ കാണുന്ന ഒരു ചെറുതായിട്ട് സിമെൻറ്റും സാധനം വെച്ച് ചെയ്യുന്നത്. സോ ഇതിൽ ക്യൂറിങ് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, ഒരു 7 ദിവസമെങ്കിലും മിനിമം ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ചാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നനഞ്ഞ ചാക്ക്, കോട്ടൻ്റെ ചാക്ക് കെട്ടിയിടും, എന്നിട്ട് വെള്ളം ഒഴിക്കും. രാവിലെ വെച്ചിട്ട് വെള്ളം ഒഴിക്കും. അതിന് ക്യൂറിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റായി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെച്ച് ക്യൂബ് ടെസ്റ്റ് നടത്തും. 7-ാമത്തെ ദിവസം ക്യൂബ് ടെസ്റ്റ് നടത്തും, 28 ഡേയും ക്യൂബ് ടെസ്റ്റ് നടത്തും. സോ കംപ്ലീറ്റ് സ്ട്രെങ്ത്ത് M30 കംപ്ലീറ്റ് അറിയാമല്ലോ, 30 kg/mm² ആയി കഴിഞ്ഞാൽ അത് ഓക്കെ. സോ ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തിട്ട്, കോളം സ്റ്റാർട്ടർ കൊടുത്തിട്ട് മുകളിലേക്ക് കോളത്തിൽ ഷട്ടറിങ് ചെയ്യും, പിന്നെ കോളം മുകളിലേക്ക് പോകും, പിന്നെ ബ്രേസിങ് വരും. അങ്ങനെ ഒരു 14 മീറ്റർ വരെ ആകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കോണിക്കൽ സ്ട്രക്ചർ വരുന്നു, പിന്നെ ടാങ്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ സംഭവം, OST ആവും. സോ ഇതോടെ സെക്കൻഡ് പാർട്ട് അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് തേർഡ് പാർട്ടിൽ കാണാം.